Today I am taking a class on civil engineering project management, fourth module, 8th semester subject. In this topic, we have 5 subheadings. That is project management concept, the information system computerization, that is why we need to implement the computerization for information system. Then what are the things we need to keep in mind while acquiring a PMI system, and what are the problems in PMS and the benefit of PMS. Actually, the 𝐏𝐸 7 hour കൊണ്ട് എടുക്കേണ്ട ഒരു മൊഡ്യൂളാണ്. 1 hour കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അത് ഞാൻ വേറെ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു 3 എക്സാമ്പിൾ കൂടെ ജസ്റ്റ് എന്താണ് പ്രൊജക്ട് മാനേജ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ നീഡ്, അതിന്റെ റോൾ എന്താണ്, അതെങ്ങനെ നമ്മളൊരു സിസ്റ്റത്തിനെ, ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ പവർഫുൾ ആക്കുന്നു എന്നുള്ള 3 എക്സാമ്പിളാണ്. അതിനൊരു മൊത്തത്തിൽ ഒരു 50 minutes എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഈ 5 ടോപ്പിക് കൂടെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിൽ കൂടെ നമുക്ക് PMISന്റെ A to Z മനസ്സിലാവും. പിന്നെ ജസ്റ്റ് ഈ നോട്ട്സും കാര്യങ്ങളും സ്കിം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ടോപ്പിക്, ഈ മൊഡ്യൂൾ 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ വൈ വി നീഡ് എ PMI സിസ്റ്റം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് വെക്കുകയാണ്, സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് നടത്തുകയാണ് വീട് വെക്കാൻ. അപ്പൊ നമുക്കതിനകത്ത് മണി വേണം, മെറ്റീരിയൽസ്, ലേബേഴ്സ് വേണം, മാൻ പവർ, ഫിനാൻസ് വേണം. ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണം. പ്ലാൻ വരപ്പിക്കണം, ആർക്കിടെക്ട് വേണം, ഇതെല്ലാം അറേഞ്ച് ചെയ്യണം. എങ്കിലും നമ്മൾ ആ വീട് വെക്കുക എന്നുള്ള പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ നമുക്ക് ഒരുവിധം നടക്കും. അത്യാവശ്യം സോഫ്റ്റ്വെയറും മാനേജ്മെന്റും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് മാനേജ് ചെയ്ത് പോകാം. പക്ഷെ ഇതേ പ്രോജക്റ്റ് ഒരു 10 വീട്, 10 ഹൗസിംഗ് ഗ്രൂപ്പ് പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. We need a management team. We need a team of supervisors and site engineers to conduct the project and to conclude the project successfully. എങ്കിലേ അവിടെ കറക്റ്റായിട്ട് മാനേജ് മെറ്റീരിയൽസും മണിയും ലേബേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവും, നമുക്ക് പ്രോഫിറ്റ് കുറയും. പക്ഷെ അവിടെ നമുക്കൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും ലെവലിലേക്ക് പോകുന്നില്ല. ഒരു 10 ഹൗസ് അല്ലേ ഉള്ളൂ, ഗ്രൂപ്പ് ഹൗസിംഗ് പ്രോജക്ട്. നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാം. അത്യാവശ്യം സൂപ്പർവൈസേഴ്സും കാര്യങ്ങളും ഒരു മാനുവൽ മാനേജിങ് ടെക്നിക്ക് മതി. ബട്ട് വെൻ വി ആർ മൂവിംഗ് ടു എ 10,000 ഹൗസിംഗ് മാസ് ഹൗസിംഗ് പ്രോജക്ട്, വി കാൻ മാനേജ് ഇറ്റ് മാനുവലി. അവിടെ നമുക്കൊരു PMI സിസ്റ്റത്തിന്റെ ആവശ്യകത ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. കാര്യം 10,000 ഒരു ഗ്രൂപ്പ് ഹൗസിംഗ് പ്രോജക്ട് നടക്കുമ്പോൾ എല്ലാ പ്രോജക്റ്റും നമുക്ക് എത്തണമെന്നില്ല. ഫസ്റ്റ് നമ്മൾ PMI സിസ്റ്റം വെച്ച് വി നീഡ് ടു ഷെഡ്യൂൾ ദി പ്രോജക്ട്. ഫസ്റ്റ് നമുക്കത് പ്ലാൻ ചെയ്യണം, അതിനനുസരിച്ച് മൂവ് ചെയ്യണം. അപ്പം നമുക്കൊരു പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ സൈറ്റിലെയും ഡീറ്റെയിൽസ്, പ്രോഗ്രസ് ആ സൈറ്റ് എഞ്ചിനീയേഴ്സ് നമുക്ക് അതുവഴി ചെയ്യും, അതുവഴി അപ്ലോഡ് ചെയ്യും. അവരുടെ ഡേറ്റ അവർ എൻ്റർ ചെയ്യും. ആ ഡേറ്റ നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഇൻഫർമേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ യൂസ് ചെയ്ത് ഈ പ്രോജക്റ്റ് ആസ് പെർ ഷെഡ്യൂൾ ആണോ നടക്കുന്നത്, എന്തെങ്കിലും എക്സ്ട്രാ മെറ്റീരിയൽസോ മാൻ പവറോ മെഷീൻ പവറോ എന്ത് വേണോ എന്നുള്ള രീതി നമുക്ക് അറേഞ്ച് ചെയ്യാം. അവിടെ നമ്മൾ പ്രോജക്ട് മാനേജർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ നീഡ് മനസ്സിലാക്കി ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, എങ്ങനെയാണ് ഒരു ചെറിയ പ്രോജക്റ്റ് നിന്ന് വലിയ പ്രോജക്റ്റിലേക്ക് എത്തിയപ്പം PMIS അവിടെ എങ്ങനെയാണ് സ്വാധീനിച്ചത് മനസ്സിലാക്കി. ദെൻ മൂവിംഗ് ടു ദി സെക്കൻഡ് എക്സാമ്പിൾ, റോൾ ഓഫ് PMIS റോൾ. ഇപ്പം നമുക്കറിയാം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലും എല്ലാ സ്കൂളുകളിലും അവർ PMIS പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റുഡന്റ് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തൊട്ട് എൻറോൾമെന്റ്, അതിന്റെ അവരുടെ ഫുൾ ഡീറ്റെയിൽസ്, അറ്റൻഡൻസ്, അസൈൻമെന്റ് വെക്കുന്നത് ഉൾപ്പെടെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് പോയിന്റ് ഓഫ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം വി ക്യാൻ റിട്രീവ് ദി ഇൻഫർമേഷൻ, വി ക്യാൻ കളക്ട് ദി ഡേറ്റ. കാര്യം ഒരു SIT പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഫസ്റ്റ് ഇയറിൽ അറ്റൻഡൻസ് നോക്കണമെങ്കിൽ നമ്മൾ റെക്കോർഡിക്കൽ മാനുവലായിട്ട് ചെയ്തു പോകുന്നെങ്കിൽ റെക്കോർഡൊക്കെ എടുത്ത് ഒരുപാട് tedious ജോബാണ്. അതേസമയം ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്കത് കിട്ടും. അവിടെ പ്രൊജക്ട് മാനേജ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ റോൾ ഭയങ്കര. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു 2 എക്സാമ്പിൾ ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ, അതിന്റെ നീഡും റോളും മനസ്സിലാക്കാൻ. തേർഡ് എക്സാമ്പിൾ ആണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 10 minutes എടുക്കും. അത് ആകുമ്പോൾ നമുക്ക് അതിന്റെ റിയൽ പവർ മനസ്സിലാവും. ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ റിയൽ പവർ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സബ്ജക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്ന കാര്യം നമ്മൾ ഇനി അങ്ങോട്ടുള്ള നമ്മളെ ജോബ് റോളിൽ വരുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ
എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാലും നമുക്ക് അവിടെ ഒരു PMI സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ഒരു PMI സിസ്റ്റം ഉണ്ടാവും, അതിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് അവയർനെസ് കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ പവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഓർഗനൈസേഷനെ വളരെ വളരെ ഉയരങ്ങളിൽ എത്തിക്കാൻ പറ്റും. ഇതിന്റെ റിയൽ പവർ മനസ്സിലാക്കി. അതിനുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിൾ പെയിന്റ് കമ്പനിയുടെ എക്സാമ്പിൾ, ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ്സ് ആൻഡ് ഷാലിമാർ പെയിന്റ്സ്. അതിൽ ഏഷ്യൻ പെയിന്റ്സും ബർജറും നിങ്ങൾക്ക് അറിയായിരിക്കും, ഷാലിമാർ നിങ്ങൾ കേട്ടുണ്ടാവില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ എക്സാമ്പിൾ എടുത്തത്. ഇന്ത്യയിൽ ഇത്രയും നല്ല PMISന് ഇത്രയും നല്ലൊരു എക്സാമ്പിൾ പറയാൻ വേറൊരു കമ്പനിയില്ല. അപ്പം അങ്ങോട്ട് വരാം. ഷാലിമാർ പെയിന്റ്സ്. ഷാലിമാർ പെയിന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1902 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഷാലിമാർ പെയിന്റ്സ്, ഇന്ത്യയിൽ ആദ്യത്തെ പെയിന്റ് കമ്പനി. അത് കഴിഞ്ഞ് ആഫ്റ്റർ 20 years ആണ് ബർജർ പെയിന്റ്, 1923 ബർജർ പെയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 20 years കഴിഞ്ഞ് 1942 ഏഷ്യൻ പെയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഷാലിമാർ പെയിന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 40 years കഴിഞ്ഞിട്ടാണ് ഏഷ്യൻ പെയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 40 years. പക്ഷെ ഇന്ന് ഷാലിമാർ പെയിന്റ് സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിന്റിന്റെ 500-1 500. ഏഷ്യൻ പെയിന്റ്സിനെ 500 ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഷാലിമാർ പെയിന്റ് അതിന്റെ 500-1. വേറെ ഒന്നും കൊണ്ടല്ല, അതായത് അവര് ടൈമിലി PMIS സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു 5 minute എടുക്കും. ആ ഡീറ്റെയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സബ്ജക്റ്റിനോട് കുറച്ച് താല്പര്യം വരും. പിന്നെ നമുക്ക് ടോപ്പിക്ക് ചുമ്മാ കവർ ചെയ്യുന്നു. ഏഷ്യൻ പെയിന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ R&D സ്പെൻഡ് വളരെ കുറവാണ്. 0.3 ഓഫ് നെറ്റ് ഇൻകം, 0.3 times മാത്രമേ അവർ R&Dക്ക് വേണ്ടി, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വളരെ നെഗ്ലിജിബിൾ ആണ് ബാക്കിയുള്ള പെയിന്റ് കമ്പനി വെച്ച് നോക്കിയിട്ട്. പിന്നെ അവരെ കുറിച്ച് പറയാം, 1942 തൊട്ട് 1970 വരെ അവരുടെ ഫാക്ടറി വർക്ക് ചെയ്തതിന്റെ മെത്തഡോളജി നോർമലി എല്ലാ ഫാക്ടറി വർക്ക് ചെയ്യുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ടർ വഴി, റീറ്റെയിലർ വഴി ആണ് ഇത് സെല് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് പോകും, അത് കഴിഞ്ഞ് റീറ്റെയിലർ എടുത്ത് പോകും. ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു 30 to 40% ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രോഫിറ്റ് പോകും. 30 to 40% പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടർക്ക് പോകും. അതായത് 60 to 70% പ്രോഫിറ്റ് മാത്രമേ ഏഷ്യൻ പെയിന്റ്സിന്റെ പോക്കറ്റിലേക്ക് പോകുന്നു. 1970 ഏഷ്യൻ പെയിന്റ്സിന്റെ ഓണർ ചമ്പക് ലാൽ വളരെ വലിയൊരു തീരുമാനം എടുത്തു. 1970 ഡിസ്ട്രിബ്യൂട്ടർ വേണ്ട, ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ വേണ്ട, ഞങ്ങൾ ഡയറക്റ്റ് റീറ്റെയിലേഴ്സിനെ സെല് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ എതിർത്ത ആൾക്കാർ റീറ്റെയിലേഴ്സ് തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കത് ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണെങ്കിൽ അവർ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്ട്രിബ്യൂട്ടർ അവർക്ക് ക്രെഡിറ്റും കൊടുക്കും. പക്ഷെ 1970 ചമ്പക് ലാൽ ഏറ്റവും വലിയ ധീരമായ തീരുമാനം എടുത്തു. ഇന്നും 50 വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു കമ്പനിക്ക് പോലും ഇത് എടുക്കാൻ ധൈര്യമില്ലാത്ത തീരുമാനം. ആ തീരുമാനം എടുക്കാൻ ഉള്ള കാരണം 1970 they purchased a super computer, which is the first super computer in India. അതായത് 1970 ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ ഏഷ്യൻ പെയിന്റ്സ് പർച്ചേസ് ചെയ്തു. ISRO പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി 10 വർഷം മുമ്പ്. ഇന്ത്യയിൽ ISRO സൂപ്പർ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി 10 years മുമ്പ്. ISRO പർച്ചേസ് ചെയ്തത് 1980 8 crore rupees ചെലവാക്കി പർച്ചേസ് ചെയ്തു. 8 കോടി രൂപ. അതായത് ഇന്നത്തെ ഏകദേശം 1000 crore അടുപ്പിച്ച് വരും. അന്ന് ഈ 1000 crore അടുപ്പിച്ച ഈ 8 crore rupees അവർ പർച്ചേസ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ അവർ യൂസ് ചെയ്ത് അവരുടെ PMIS സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. PMIS ഓർക്കാൻ ISRO പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി 1980 10 വർഷം മുമ്പ്. അതുപോലെ ഇന്ത്യയിൽ വേറെ ഏത് കമ്പനി പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി 21 വർഷം മുമ്പ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ, അത് PMIS മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെക്കാട്ടി 21 years മുമ്പ് അവർ സൂപ്പർ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തത് ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് അവരെ ഇത്ര ഉയരത്തി എത്തി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് PMIS സിസ്റ്റം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെന്ന് ഞാൻ പറയാം. അവരന്ന് എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് റീറ്റെയിലേഴ്സിന് പോകുന്നു, ഡിസ്ട്രിബ്യൂട്ടർ വേണ്ട. അപ്പം 97% പ്രോഫിറ്റും ഡയറക്റ്റ് ഏഷ്യൻ പെയിന്റ്സിന് പോകും. വേറെ ആർക്കും ഇന്നും ഈ 50 വർഷം കഴിഞ്ഞും ഇന്ത്യയിലെ വേറെ ഒരു കമ്പനിയും ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാതെ ചെയ്യുന്നില്ല. അന്ന് അവർ പറഞ്ഞ കാര്യമാണ്, എല്ലാ ദിവസവും every 3 hours we will deliver the product to your doorstep. റീറ്റെയിലേഴ്സിന് ഡെലിവറി ചെയ്യും. അതായത് 4 times a day. അന്ന് ഓർക്കണം, അന്ന് അവർക്ക് 70,000 ഡീലർഷിപ്പ് ഉണ്ട്. അതായത് 3 hours ഇടവിട്ട് അവർ ഡെലിവറി എന്ന് വെച്ചാൽ 4 times a day. അതായത് 2.5 to 3 lakh ഡെലിവറി പെർ ഡേ 1970. നമ്മളിപ്പോൾ ആമസോണിനും ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് പറയാം. ആമസോണും ഫ്ലിപ്കാർട്ടും ഡെലിവറിയിൽ നല്ലതാണെന്ന് പറയും. പക്ഷെ ഇന്നും 1970 ഇവരെടുത്ത ഡെലിവറിയുടെ അത്രയും
ഇത്രയും ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനി ഇന്നും ആമസോണും ഫ്ലിപ്കാർട്ടും അല്ല. ഏറ്റവും നല്ല ERP ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്സ് ആണ്. അത് നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന മെയിൻ ഘടകം അവരുടെ PMI സിസ്റ്റമാണ്. അവരെ പവർഫുൾ ആക്കിയത് അവരുടെ PMI സിസ്റ്റം. അതെങ്ങനെ അവരെ പവർഫുൾ ആക്കിയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ എക്സാമ്പിൾ തീർക്കണം. ഓക്കെ, അതായത് നമ്മൾ ഏഷ്യൻ പെയിന്റിന്റെ ഏകദേശം ഇപ്പൊ 1.8 ലാക്ക് ഡീലർഷിപ്പ് ഇപ്പൊ ഉണ്ട് ഏഷ്യൻ പെയിന്റ്സിന്. 1.8 ലാക്ക് റീറ്റെയിലേഴ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു റീറ്റെയിലർ അടുത്ത് പോയി കടയിൽ പോയി ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ എന്താണ് ഏഷ്യൻ പെയിന്റിന്റെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് നിങ്ങളെ സ്റ്റോറിന് വേണ്ടി? അവർക്ക് അറിയത്തില്ല, ആ റീറ്റെയിലർക്ക് അറിയത്തില്ല. നമ്മൾ ബാക്കി എല്ലാ റീറ്റെയിലേഴ്സ് ഇപ്പൊ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ആ സ്റ്റോർ റീറ്റെയിലറിന് അറിയത്തില്ല അവരെന്താ ഓർഡർ ചെയ്തേക്കുന്നത്. ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ സെല്ലിങ്. പക്ഷേ ഏഷ്യൻ പെയിന്റ്സിന് അറിയാം എന്താ അവിടെ കൊടുക്കണമെന്ന്. അപ്പൊ നമ്മൾ പോയി ചോദിക്കും, സ്റ്റോർ മാനേജർ, ഏഷ്യൻ പെയിന്റിന്റെ ഓൺ സ്റ്റോർ മാനേജർ എടുത്ത് ചോദിക്കും, നിങ്ങൾക്കറിയാമോ എന്താണ് നിങ്ങൾ അവിടെ ഡെലിവറി ചെയ്യുന്നത്? അയാൾ പറയും, എനിക്കറിയില്ല. രാവിലെ 4 മണിയാകുമ്പോൾ ഒരു ഇമെയിൽ വരും ഓട്ടോമാറ്റിക്കായിട്ട്. ആ ഇമെയിലിനകത്ത് പറയും ഏത് കടയിൽ എന്ത് കൊടുക്കണമെന്ന്. അത് രീതിയിൽ വരും. എന്നാൽ പ്രൊഡക്ഷൻ മാനേജർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അയാൾക്കറിയില്ല എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയും ഒരു ഇമെയിൽ വരും 4 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, ഇന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ. പ്രൊക്യൂർമെന്റ് മാനേജർക്ക് അറിയത്തില്ല അയാൾ എന്താണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അയാളടുത്ത് പറയും ഇന്ന സാധനം ഇന്ന ക്വാണ്ടിറ്റി പ്രൊക്യൂർ ചെയ്യുക, അത് യൂസ് ചെയ്യുക. 4 മണിയാകുമ്പോൾ ഇമെയിൽ വരും എന്ത് പ്രൊക്യൂർ ചെയ്യുക. അതാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ PMI സിസ്റ്റം. അതിനുവേണ്ടിയാണ് അവര് 50 ഇയേഴ്സിന് മുമ്പ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങിച്ചത്. ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ, ഇവർക്ക് ആർക്കും അറിയത്തില്ല, റീറ്റെയിലേഴ്സിനും ഉൾപ്പെടെ ആർക്കും അറിയില്ല എന്താണ്. പക്ഷെ ഏഷ്യൻ പെയിന്റിന്റെ PMI സിസ്റ്റത്തിനോട് ചോദിക്കുകയാണ്. ഡിസംബർ 20 ഏഷ്യൻ പെയിന്റിന്റെ ഇന്ന ഷോറൂമിൽ വൈറ്റിലുള്ള അല്ലെ എറണാകുളം വൈറ്റിലുള്ള ഇന്ന ഷോറൂമിൽ എന്ത് പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നതെന്ന് ഏഷ്യൻ പെയിന്റ്സിനോട് ചോദിച്ചാൽ, അവരുടെ പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിനോട് ചോദിച്ചാൽ 95% ആക്യുറസിയിൽ അവർ പറയും ഇന്ന പ്രോഡക്റ്റ് ഇന്ന ക്വാണ്ടിറ്റി ഇന്ന കളർ എന്ന് അവർ പറയും. അത്രയും ഡേറ്റ ആണ് അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 50 ഇയേഴ്സിലുള്ള ഡേറ്റ, ഓരോ ബിസിനസ് നടക്കുമ്പോഴും ആ ഡേറ്റ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഡേറ്റ പ്രോസസ് ആ പവറിലാണ് പറയുന്നത്. കൂടുതൽ പറയുകയാണെങ്കിൽ അക്സോ നോബൽ നിങ്ങൾ കേട്ടോ? അക്സോ ലോകത്തിൽ ഏറ്റവും നല്ല പെയിന്റിംഗ്, ഏറ്റവും നല്ല രണ്ടാമത്തെ പെയിന്റിംഗ്. അവിടെ വേൾഡ് വൈഡ് റാങ്കിങ് എടുക്കുവാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് 10ാം സ്ഥാനത്താണ് വേൾഡ് വൈഡ് റാങ്കിങ്. പക്ഷെ അക്സോ നോബൽ ഏറ്റവും ക്വാളിറ്റി പെയിന്റ് കമ്പനിയാണ്. അക്സോ നോബലിന് പോലും ഇന്ത്യയിൽ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അക്സോ നോബൽ പോലും ഇന്ത്യയിൽ ഇവരുടെ സൈസിന്റെ, അക്സോ നോബലിന്റെ സൈസ്, ഇന്ത്യയുടെ സൈസ് എന്ന് വെച്ചാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ 15-1 ഉള്ളൂ. വേറൊന്നും കൊണ്ടല്ല, അതിൽ ഇവർ പിടിച്ചു നിൽക്കുന്ന ക്വാളിറ്റി ഉണ്ടല്ല. നമുക്ക് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ബെസ്റ്റ് പെയിന്റ് ഇൻ ഇന്ത്യ ഈസ് അക്സോ നോബൽ ആൻഡ് ബെസ്റ്റ് പെയിന്റ് കമ്പനി ഇൻ ഇന്ത്യ ഈസ് ഏഷ്യൻ പെയിന്റ്സ്. ബെസ്റ്റ് പെയിന്റ് കമ്പനി ഇൻ ഇന്ത്യ ഏഷ്യൻ പെയിന്റ്സ്. ബെസ്റ്റ് പെയിന്റ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള പെയിന്റ് ഉണ്ടാക്കുന്നത് ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അവരുടെ PMI സിസ്റ്റത്തിന്റെ പവറാണ്. ഇതാണ് ഇവരുടെ ആക്ച്വലി എക്കണോമിക് മോട്ട്. ഇവരുടെ ബിസിനസ്സിലേക്ക് വേറെ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും ഇവർ ഉയരങ്ങൾ എത്തിയ അവരുടെ അത്രയും മൗണ്ടൻ ഓഫ് ഡേറ്റ ആണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഓരോ ദിവസവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഏകദേശം ഏഷ്യൻ പെയിന്റ്സ് ഡെലിവർ ചെയ്യുന്നത് 3 ലാക്ക് ഡെലിവറിയാണ് പെർ ഡേ നടത്തുന്നത്. അതേസമയം അക്സോ നോബൽ അല്ലെങ്കിൽ തൊട്ട് താഴേക്കുന്ന ബർജർ ചെയ്യുന്നത് 10,000 ഡെലിവറി നടക്കുന്നു. അതായത് അവർക്ക് അത്രയും ഡേറ്റ ഇനിയും കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവർ 20 ടൈംസ് മോർ ഡേറ്റ കളക്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അവരുടെ പ്രോജക്ട് മാനേജ്മെന്റ് ഇംപ്ലിമെന്റേഷൻ സിസ്റ്റം അത് പ്രോസസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെ ഒരു ബിസിനസ്സിനെ ഇത്ര ഉയരങ്ങളിൽ എത്തിച്ചു നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് അവർക്ക് എന്ത് ബെനിഫിറ്റ് അവർ നേടിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള സാധനം അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ച് അത് വിറ്റ് അവരുടെ അക്കൗണ്ടിൽ പൈസ വീഴാൻ 8 ഡേയ്സ് എടുക്കത്തുള്ളൂ. വെറും 8 ഡേയ്സ്. 8 ദിവസം കൊണ്ട് അവർക്ക് സാധനം വാങ്ങിച്ച പ്രോഡക്റ്റ് ഉണ്ടാക്കി ബിസിനസ് ചെയ്യും. കാര്യം അവർക്ക് അത്രയും പ്രിസൈസ് ആയിട്ടാണ് അവർ പ്രോഡക്റ്റ് വാങ്ങുന്നതും ബിസിനസ്. അത് അവർക്കറിയാം. അതായത് അവർക്ക് അറിയാമെന്ന് വെച്ചാൽ അവർ ഈ ഡേറ്റ ഇത്രയും കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5 വർഷമാണ് കഴിഞ്ഞ് ഏഷ്യൻ പെയിന്റിന്റെ PMI സിസ്റ്റത്തിനോട് ചോദിച്ചാൽ, ഇതേ കടയിൽ എന്ത് ബിസിനസ് ചോദിച്ചാൽ നേരത്തെ 95% ആക്യുറസി പറഞ്ഞ സിസ്റ്റം 99% ആക്യുറസി പറയും ഇന്ന പ്രോഡക്റ്റ് ആണ് അവർ വിൽക്കാൻ പോകുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിയാൽ മതി, അത് സ്റ്റോക്ക് ചെയ്താൽ മതി. അതാണ് അവരുടെ വില. അതേസമയം ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയ ബർജറിന് 45 ഡേയ്സ് വേണം ഈ പ്രോഡക്റ്റിൽ നിന്ന് അവരുടെ മണിയായിട്ട് മാറ്റാൻ. അതേസമയം അക്സോ നോബൽ ലോകത്തിലെ രണ്ടാമത്തെ കമ്പനിക്ക് ഇന്ത്യയിൽ 105 ഡേയ്സ് വേണം. പക്ഷെ ഈ ഡേറ്റ വെച്ച് ഇവർക്ക് ഒരിക്കലും ഇന്ത്യക്ക് പുറത്തുപോയി ചെയ്യാൻ പറ്റത്തില്ല. ഇതേ ഡേറ്റ നമുക്ക് ഇപ്പൊ ഇവർക്ക് കിട്ടിയപ്പം ബർജറിന് കിട്ടിയെന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു PMI സിസ്റ്റം.
ഇതിലും ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് PMS സിസ്റ്റം പറയാം. 1970 ISRO പോലും സൂപ്പർ കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഇത് ഈ എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് PMS സിസ്റ്റം എന്താണെന്നും അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ മനസ്സിലായി. അതായത് സ്റ്റോർ കീപ്പർ വഴി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഒരു റിയൽ പവർ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഈ 3 എക്സാമ്പിളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Why we need a project management implement information system, what is the role of PMS, what is the real power of PMS. ഇനി നമുക്ക് നമ്മുടെ സിലബസിലേക്ക് പോകാം. ഇനി നമുക്ക് ജസ്റ്റ് സ്കിം ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ PMS സിസ്റ്റം കൺസെപ്റ്റിലേക്ക് പോകാം. ഇത് പക്കാ സിലബസ് ഓറിയന്റഡ് ആയി പോകും. അപ്പൊ ഈ 3 എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ബാക്കി എല്ലാ കാര്യങ്ങളും. വാട്ട്സ് എ പ്രോജക്ട്? ഇറ്റ്സ് എ ടെമ്പററി എൻഡവർ undertaking to create a unique product or service. എല്ലാവർക്കും അറിയാം. The main parts of the project are the data and information. Data is nothing but unorganized form of information, and the organized or processed form of data is called information. This is the way in which data is converted to information. Normally നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. What are the characteristics of good information? എല്ലാവർക്കും അറിയാം. Should be valid, should be reliable, should be timely. കറക്റ്റ് സമയത്ത് കിട്ടാത്ത ഇൻഫർമേഷൻ പിന്നെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. Then fit for the purpose. Should be easily accessible. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഏഷ്യൻ പെയിന്റ്സിന്റെ അവരുടെ കടയിൽ പോയി ചോദിച്ചാൽ 95% ആക്യുറസിയിൽ പറയാൻ പറ്റും എന്ത് പ്രോഡക്റ്റ് വിൽക്കാൻ വന്നു. പക്ഷെ നമുക്ക് ആ പ്രോഡക്റ്റ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പവർ കൊണ്ട് വീട്ടിൽ അല്ലെങ്കിൽ ആ മാനേജറുടെ ഓഫീസ് റൂമിൽ ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്, ആക്യുറേറ്റ്, റിലവന്റ്, ലെവൽ ഓഫ് ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദി യൂസർ. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം കുറെ തീർക്കാനുണ്ട്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ PPT തരാം. ദെൻ വാട്ട് ഈസ് മാനേജ്മെന്റ്? ഫസ്റ്റ് നമ്മൾ പ്രോജക്റ്റ് എന്താന്ന് പറഞ്ഞു. ദെൻ മാനേജ്മെന്റിനെ കുറിച്ച് പറയാം. മാനേജ്മെന്റ് ഇസ് ദി പ്രോസസ് ഓഫ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിങ്, ലീഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ആർക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? കൺട്രോളിങ് ദി ഹ്യൂമൻ റിസോഴ്സസ്, ദാറ്റ് ഈസ് മാൻ പവർ, ഫിനാൻഷ്യൽ റിസോഴ്സസ്, money power, physical resources, that is materials and information, for an organization to reach its goal, and management. And information system is designed to generate, collect, organize, store, retrieve and disseminate. നമുക്കറിയാം ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് ഏഷ്യൻ പെയിന്റ് റീറ്റെയിലർക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റി. അത് കളക്ട് ചെയ്തെടുത്തു, ഇൻഫർമേഷൻ അതുവരെ ഓർഗനൈസ് ചെയ്തു, സ്റ്റോർ ചെയ്തു, ആവശ്യം വന്നപ്പോൾ റിട്രീവ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ തന്നു. ഇന്ന പ്രോഡക്റ്റ് ആണ് വിൽക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിത് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു, മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ച്. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുള്ള രൂപമാണ് നമ്മളെ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് PMS കൺസെപ്റ്റ്. നമുക്കിപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടണം, വേറെ ഒന്നുമില്ല, ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അതിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ആകുമ്പോൾ ഇതങ്ങ് കംപ്ലീറ്റ് ആവും. PMS is a computer-driven system to aid a project manager in development of the project. It can be used for calculating schedules, planning materials, planning labors, scheduling materials, scheduling finance, machines, etc., etc. The goal is to automate, organize, and provide a control of the project management. Can be used for upper and lower level management. നമുക്കറിയാം ആ ഏഷ്യൻ പെയിന്റ്സ് എങ്ങനെയാണ് അപ്പർ ലെവൽ മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റിലൊക്കെ ഡീറ്റെയിൽസ് എത്തിച്ചത്. അതായത് പ്രൊക്യൂർമെന്റ് മാനേജർക്ക് എന്ത് പ്രൊക്യൂർ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു, പർച്ചേസ് മാനേജർക്ക് അതായത് പ്രൊക്യൂർമെന്റ് മാനേജർക്ക് എന്ത് പ്രൊക്യൂർ ചെയ്യണമെന്ന് കൊടുത്തു, സ്റ്റോർ കീപ്പറിന് എന്ത് സ്റ്റോർ ചെയ്ത് എന്ത് സ്റ്റോർ ചെയ്യണം, എന്ത് റീറ്റെയിലർക്ക് കൊടുക്കണമെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. അതാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് പറയാം ലാസ്റ്റ് പോയിന്റ്. അതായത് ഡെവലപ്ഡ് വെർഷൻസിനാണെങ്കിൽ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വരെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പം മിക്ക ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അവർക്ക് ഏകദേശം 10-30 പ്രോജക്റ്റ് കാണും ഇന്ത്യയിൽ. അപ്പം അവരുടെ ക്ലയൻസിനെ പോലും മാനേജ് ചെയ്യുന്ന PMS സിസ്റ്റം. ക്ലയൻസിന് ഈ PMS സിസ്റ്റത്തിൽ ഒരു ലോഗിൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എൻ്റർ ചെയ്താൽ അവരുടെ ഫ്ലാറ്റിന്റെ അവരുടെ പർട്ടിക്കുലർ യൂണിറ്റിന്റെ വർക്ക് എവിടം വരെ ആയെന്നുള്ള ഡീറ്റെയിൽസ് വരെ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ലെവലിലാണ് ഇതിന്റെ മൂവ്മെന്റ്. അത്രയും എന്താ പറയുന്നത്, അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ആ ക്ലയൻസിനെ ഡീൽ ചെയ്യേണ്ട ഓഫീഷ്യൽസിന്റെ സാലറി വരെ നമുക്ക് ലാഭിക്കാൻ പറ്റും. Objectives of PMS. Objectives. എന്താണ് objectives? It can be used in the planning stage, can be used in the execution stage and the closing of the project. In the planning stage, we can estimate the cost. We can develop the schedule of the work for different materials, like schedule of labor, material schedule, money, financial schedule, etc., etc. in the planning stage itself using a PMS system.
And the execution stage, we can compare the data. We compare the progress of the work with the actually planned one in the execution stage, and also keep the records and reporting. We can also report, and we can also create the data. We can store the data. We can store the data for the next project. Okay. In the completion stage, after completion, after closing the project, we can review the goals, where the whether the in the planning stage we already set some milestones, some goals. Is that goals easily achievable? ആ ഗോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് പ്രോജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ചുള്ള ടൈം അവിടെ കൊടുക്കാം. അതിനനുസരിച്ചുള്ള ടൈം ഡ്യൂറേഷൻ നമുക്ക് കൊടുത്ത് ആ പ്രോജക്ട് നെക്സ്റ്റ് പ്രോജക്റ്റും അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്ക് ഇത് മാറ്റി തരും. പക്ഷെ ഇത് സമയം മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രോജക്റ്റിനകത്ത് നമ്മൾ ഈ മിസ്റ്റേക്ക് ആവർത്തിക്കും, നെക്സ്റ്റ് പ്രോജക്റ്റിനകത്ത് ഈ മിസ്റ്റേക്ക് കൊണ്ടുവരും. ദെൻ ഒബ്വിയസ്ലി ക്രിയേറ്റിംഗ് എ ഫൈനൽ റിപ്പോർട്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിടം തൊട്ട് അത് എൻഡ് ചെയ്തിടമുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് റിപ്പോർട്ടായിട്ട് കിട്ടും. Then PMS components. There are mainly 6 components of a PMS system. Mainly 6 components. Okay. The first one is hardware. നമുക്കറിയാം എന്ത് സിസ്റ്റം വേണമെങ്കിലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, ഹാർഡ്വെയർ. ആ ഹാർഡ്വെയർ ആയിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ 8 കോടി രൂപയുടെ സൂപ്പർ കമ്പ്യൂട്ടർ. അവരുടെ ഹാർഡ്വെയർ ആയിരുന്നു. സോഫ്റ്റ്വെയർ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം, നമ്മളെ കംഫർട്ട് അനുസരിച്ച്. ആൾറെഡി മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് ടൈലർ മെയ്ഡ് ചെയ്യാം. അപ്പൊ അതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ടൈലർ മെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന് കിട്ടും. പക്ഷെ ടൈം കൺസ്യൂമിംഗ് ആണ്. നോർമലി നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ വെബെക്സ് വഴി വെബിനാർ കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ മേക്ക് ചെയ്തില്ല, കാരണം ആൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ നമ്മളത് യൂസ്ഫുൾ ആയിട്ട് തോന്നി നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ 3-4 സോഫ്റ്റ്വെയർ നോക്കി. ഇപ്പൊ തന്നെ നമുക്കറിയാം സൂം ആപ്പ് ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ സൂം ആപ്പിൽ നിന്ന് വെബെക്സിലേക്ക് മാറി. ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നു. നമ്മൾ ഹാർഡ്വെയർ വെച്ച് മൊബൈൽ ഫോണിലും കാര്യങ്ങളിലും ഡീറ്റെയിൽസ് കാണുന്നു. ദെൻ ഡാറ്റാബേസ് യൂസ് ടു സ്റ്റോർ ദി ഡാറ്റ. ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലൈവ് ക്ലാസ് ഇപ്പം സോഫ്റ്റ്വെയർ വെച്ച് ഹാർഡ്വെയർ വെച്ച് നിങ്ങൾ കാണുന്നു ലൈവ് ക്ലാസ്, അത് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെയാണ് ഈ പറയുന്ന ഏഷ്യൻ പെയിന്റ്സിന്റെ 50 ഇയേഴ്സിന്റെ ഡാറ്റ. അതാണ് അവരുടെ പവർ, വേറെ ഒന്നുമല്ല. അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കമ്പനിയുടെ അത്രയും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അവർക്കുള്ളൂ. പക്ഷെ അവരുടെ പവർ അവരുടെ ഈ 50 വർഷത്തെ ഡാറ്റയാണ്. അത് ആണ് അവരുടെ എക്കണോമിക് മോട്ട്. ആ മോട്ടിനെ ഭേദിച്ച് വേറൊരു കമ്പനിക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റും, അത്രയും ബുദ്ധിമുട്ടാണ്. ദെൻ പ്രൊസീജിയർ മീൻസ് ആദ്യം എന്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, എങ്ങനെയാണ് ഓർഡർ ഫ്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതാണ് പ്രൊസീജിയർ. ഓപ്പറേറ്റേഴ്സ് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് മെഷീൻസ് ആരാണ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുണ്ട്. ഇപ്പം പ്ലാനിങ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത് ബാർ ചാർട്ട്, അതുപോലെ ഷെഡ്യൂളിംഗ് ആണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ടെക്നിക്സ് വെച്ച് ഷെഡ്യൂളിംഗ് എടുക്കാം. ഇപ്പോൾ ഒരു PMI സിസ്റ്റം വെച്ച് ഞാൻ മോഡലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മോഡൽസ് പ്ലാൻസ് ആയിരിക്കും അവിടെ ഔട്ട്പുട്ട്. ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാം. ദെൻ നമ്മളെ സെക്കൻഡ് ടോപ്പിക്, അതായത് 5 ടോപ്പിക് ഉള്ളതിൽ സെക്കൻഡ് ടോപ്പിക് ഇൻഫർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറൈസേഷൻ. വളരെ ഈസിയാണ്. എന്തുകൊണ്ട് ഇൻഫർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറൈസ് ചെയ്തു? അറിയാം ആൻസർ. ഈ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസ്, അല്ലെങ്കിൽ നമ്മളെ കോളേജിന്റെ കേസ് എടുക്കാം. നമ്മളെ സെക്കൻഡ് എക്സാമ്പിൾ കോളേജിന്റെ കേസ്. ഇത്രയും സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസും ഇത്രയും സ്റ്റുഡൻസിന്റെ മാർക്സും അവരുടെ ഇന്റേണൽസ്, ഈ ഡീറ്റെയിൽസ് മൊത്തവും ഒരു മാനുവലായിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ആ ഡീറ്റെയിൽസ് കിട്ടും, ആ ഡേറ്റ കിട്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അത് കമ്പ്യൂട്ടറിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഗ്രാഫാക്കോ, അതിനെ സോർട്ട് ചെയ്യുകയോ, അതിനെ നെക്സ്റ്റ് എന്താ പറയുന്നത് റിസൾട്ട് അനാലിസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, അവരുടെ റിസൾട്ട് ഇംപ്രൂവ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, പുറകോട്ടുള്ള കുട്ടികൾക്ക് റെമഡിയൽ ക്ലാസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യം നടക്കും. അതിനെക്കുറിച്ച് പറയാം. വൈ ഇൻഫർമേഷൻ സിസ്റ്റം നീഡ് ടു ബി കമ്പ്യൂട്ടറൈസ്ഡ്? പ്രോജക്ട് പ്ലാനിങ് ആൻഡ് കൺട്രോൾ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാം, അതിനനുസരിച്ച് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. എന്തെങ്കിലും ഷെഡ്യൂളിന് മാറ്റം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് അതിനുള്ള മെറ്റീരിയൽസ് കൊടുക്കാൻ പറ്റും. അതിനുള്ള ഇൻപുട്ട്, ഇപ്പം മണി ആയിരിക്കും ചിലപ്പോൾ ഇൻപുട്ട്, ചിലപ്പോൾ മെഷീൻസ് ആയിരിക്കും. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ. മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അറിയാം, പണ്ടത്തെ ആൾക്കാർ പ്ലാൻ വരയ്ക്കുന്നത് പേപ്പറിലാണ്. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ആ പ്ലാൻ കളഞ്ഞിട്ട് ഒന്നേം തുടങ്ങണം. എന്തെങ്കിലും ഒരു ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു കമന്റ് വന്നു വേണം ഈ റൂം ചെറുതാക്കണം, അവിടെ നമുക്ക് ഫസ്റ്റ് ടൈം തൊട്ട് തുടങ്ങാം. അതേസമയം അത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ വളരെ ഈസി. അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം, ആവശ്യമുള്ള രീതി പ്രിന്റ് എടുക്കാം, ആവശ്യമുള്ള രീതി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് അറിയാം. എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അറിയാം. നമ്മളെ ക്വാണ്ടിറ്റി സർവേയിങ് പഠിച്ചിട്ടുണ്ട്. എന്താ അവിടെ ചെയ്യുന്നത്?
എല്ലാ ബിൽഡിംഗ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താ? സെയിം പ്രൊസീജിയർ. അതിനകത്ത് ആകെപ്പാടെ വ്യത്യാസം വരുന്നത് എന്താ? അതിന്റെ പ്ലാൻ അനുസരിച്ച് അതിന്റെ എക്സ്കവേഷൻ ക്വാണ്ടിറ്റി, അതിനകത്ത് വരുന്ന റബിളിന്റെ ക്വാണ്ടിറ്റി, അതുപോലെ വോളിന്റെ ക്വാണ്ടിറ്റി, അതിനകത്ത് കുറച്ച് ഡിഡക്ഷൻസും കാര്യങ്ങളെല്ലാം, ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷെഡ്യൂൾ ഓഫ് റേറ്റ് നോക്കി കോസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിതൗട്ട് എനി എറർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതേസമയം മാനുവലായിട്ട് ചെയ്യുന്ന ടൈം കൺസ്യൂമിങ് ജോബാണ്. 10 മിനിറ്റ്സ് കൊണ്ട് ഇവിടെ ചെയ്യേണ്ട ജോലി 2 ദിവസം എടുത്ത് ചെയ്ത്. അവിടെയാണ് ഇൻഫോർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ട ആവശ്യകത. ദെൻ റിസോഴ്സ് മാനേജ്മെന്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. റിസോഴ്സ് മാനേജ്മെന്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിനകത്ത് 10,000 ഹൗസിംഗ് മാസ് ഹൗസിംഗ് പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു. ആ പ്രോജക്റ്റ് നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ സൈറ്റിൽ മെറ്റീരിയൽസ്, ചില സൈറ്റ് മെറ്റീരിയൽസിന്റെ എക്സ്ട്രാ കാണും. സിമന്റ് ചാക്ക് അവിടെ ഇരിക്കുന്നത് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഒരു ടീം പറയും. ഇവിടെ സിമന്റ് ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. ഇതുപോലെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ നോക്കിയാൽ അറിയാം അവിടെ അത്രയും സിമന്റ് ബാഗ് ബാക്കി ഇരിപ്പുണ്ട്, ഇവിടെ അത്രയും ഇല്ല. അവിടെ നിന്ന് ഈസി ആയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, രണ്ടിടത്തും വർക്ക് നടക്കുന്നു. അവിടെ വർക്ക് നടക്കാതിരുന്നത് അവിടെ സിമന്റ് ചാക്ക് അടുക്കി വെച്ചേക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ സിമന്റ് ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. ആ രീതി നമുക്ക് മാനേജ് ചെയ്തു പോകാൻ പറ്റും. ദെൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ ഈ PMI സിസ്റ്റത്തിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും ഫിനാൻസ്, ഇത്രയും കോസ്റ്റ് നമുക്കാവും, അതിനനുസരിച്ചുള്ള എമൗണ്ട് റിലീസ് ചെയ്ത് പറ്റുള്ളൂ. ആ സമയമാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരും, റിലീസ് ചെയ്യും. പിന്നെ നമ്മൾ ഓഫീസ് ആവശ്യത്തിനായിട്ടുള്ള വേർഡ് പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ സെയിം പർച്ചേസ് ഓർഡർ, സെയിം കാര്യങ്ങളൊക്കെ വീണ്ടും ടൈപ്പ് ചെയ്യണം, വീണ്ടും എഴുതണം. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ആ ഫോർമാറ്റിനായിട്ട് ഫിറ്റ് ചെയ്ത് പോയാൽ മതി. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പോയി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന കാര്യം. ഈ ടോപ്പിക്ക് ഞാൻ പറഞ്ഞില്ലേ 7 അവർ കൊണ്ട് തീർക്കേണ്ട 1 അവർ കൊണ്ട് തീർക്കാനുള്ള ശ്രമം നടത്തി നോക്കും. ഞാൻ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം ഇതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള PPT ഷെയർ ചെയ്യും. നമ്മളെ 5 സബ് ഡിവിഷൻസിൽ 3-ാം സബ് ഡിവിഷൻ അക്യൂറിംഗ് എ സിസ്റ്റം, അക്യൂറിംഗ് എ PMI സിസ്റ്റം. നമ്മൾ ഈ PMI സിസ്റ്റം അക്യൂർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാര്യം. ഇത് സിവിൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്ന തന്നെ കാര്യമാണ്. കാര്യം നമ്മളൊരു ഫേമിൽ പോയി വർക്ക് ചെയ്യണം, അവിടെ ഒരു PMI സിസ്റ്റം ഉണ്ടാവില്ല എങ്കിൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ PMI സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്കത് പ്രൊഡക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്ത് സിസ്റ്റം നമ്മൾ അക്യൂർ ചെയ്യും, എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യും, പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മളോട് നോക്കും. 5 സ്റ്റെപ്പ് പ്രോസസ്. ഫസ്റ്റ് വൺ, ചൂസിങ് എ സോഫ്റ്റ്വെയർ, മാച്ചിങ് എ ഹാർഡ്വെയർ, അനലൈസിങ് ട്രെയിനിങ് നീഡ്, സിസ്റ്റം കോസ്റ്റ്, ഫൈനലൈസിങ്. സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചൂസ് ചെയ്യുന്നത്? അതിപ്പോ എക്സാമ്പിൾ ഞാൻ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. വെബ്എക്സ് വെച്ച് ഞാനിപ്പം വെബിനാർ നടത്തുന്നു, സൂം ആപ്പ് വെച്ച് നടത്തുന്നു. നമ്മൾ എന്താ ചൂസ് ചെയ്തത്? സൂം ആപ്പിന് ഇഷ്യൂ ഉണ്ടപ്പോൾ നമ്മൾ വെബ്എക്സിലോട്ട് മാറി. ഇനി ഇതിനെക്കാട്ട് നല്ലൊരു പവർഫുൾ ആപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വാട്സപ്പ് വഴി നമുക്ക് ഏകദേശം ഇതേ പർപ്പസ് നടക്കും, പക്ഷെ ആകപ്പാടെ 4 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ യഥാർത്ഥ ഇന്റൻഷൻ നടക്കുന്നില്ല. അവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ബാക്ക് ടെസ്റ്റ് ചെയ്ത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, ഇവാലുവേറ്റ് ചെയ്ത്, റിവ്യൂ ചെയ്ത് നോക്കും ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ഏതാണ്. അത്രേ ഉള്ളൂ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് സിസ്റ്റം, എന്ത് സോഫ്റ്റ്വെയർ, ഈവൻ ഒരു മൊബൈൽ ഫോണിന്റെ ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്യണേ പറയും ഇത്ര GB റാം വേണം, ഇത്ര കപ്പാസിറ്റി വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ടച്ച് സ്ക്രീൻ ഇല്ലാത്ത ഫോണിലേക്കൊന്നും ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കീബോർഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ബാക്കപ്പിനെ പറയും. അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി, നമ്മൾ എന്ത് സിസ്റ്റമാണ്, എന്ത് ഡേറ്റ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റോറേജ് വേണം. അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വേണം. മീൻസ് ഒരു ഞാൻ സെക്കൻഡ് എക്സാമ്പിളിൽ പറഞ്ഞ ഒരു കോളേജിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റ് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മതിയോ? ഏഷ്യൻ പെയിന്റ്സിന്റെ ഈ പറയുന്ന 50 വർഷത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ? അവിടെ ഡേറ്റ വന്നുകൊണ്ടിരിക്കുക, ആ ഡേറ്റ വെച്ചാണ് അവർ ജീവിക്കുന്നത് തന്നെ. അറ്റ്ലീസ്റ്റ് നമ്മളെ കോളേജിന്റെ കേസ് വെച്ചാൽ ഡേറ്റ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാന്നുള്ളൂ, പക്ഷെ ആ ഡേറ്റയാണ് ഏഷ്യൻ പെയിന്റിന്റെ കാര്യത്തിൽ. അപ്പൊ അവർ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി അവർ ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ചൂസിങ് എ പ്രിന്റേഴ്സ്, അതൊക്കെ ഓക്കെ, അപ്പം മനസ്സിലാവും. ദെൻ ട്രെയിനിങ്. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അക്യൂർ ചെയ്യാം, ട്രെയിനിങ് വേണമെന്ന് നോക്കും. ഒരുപാട് സോഫ്റ്റ്വെയർസിന് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഈ വെബ്എക്സ് 5 മിനിറ്റ് ട്രെയിനിങ് മതി. നമുക്ക് എല്ലാവർക്കും വെബ്എക്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കാം, ക്ലാസ് കേൾക്കാം, എല്ലാം ചെയ്യാം. ഒരു ട്രെയിനിങ് വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ ഓട്ടോക്യാഡോ, സിവിൽ എഞ്ചിനീയറിംഗ് ഓട്ടോക്യാഡ്, സ്റ്റാഡ്, പ്രൊജക്ട് മാനേജ്മെന്റ്, പ്രൈമറി, ഇതൊക്കെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രെയിനിങ് നേടാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒന്നെങ്കിൽ നമുക്ക് ട്രെയിനിങ് വേണം. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന PMI സിസ്റ്റത്തിന് ട്രെയിനിങ് വേണ്ടതാണോ നോക്കണം. ആണെങ്കിൽ ഈ ട്രെയിനിങ് ഈ തരുന്ന സപ്ലയർ ഈ ട്രെയിനിങ് നമുക്ക് ചെയ്തു തരുമോ? അവിടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ എക്സ്പീരിയൻസ്ഡ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫാസ്റ്റ് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ അതുകൂടെ വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്താൽ നമ്മൾ ആ പോർഷൻ ഓക്കെ ആയി. സോഫ്റ്റ്വെയർ പോർഷൻ ഓക്കെ ആയി,
ഹാർഡ്വെയർ പോർഷൻ ഓക്കെ ആയി, ട്രെയിനിങ്ങിന്റെ പോർഷൻ ഓക്കെ ആയി. ദെൻ സിസ്റ്റം കോസ്റ്റ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോസ്റ്റ്. കോസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കോസ്റ്റിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ കൊട്ടേഷൻ നോക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. എക്യുപ്മെന്റ് കോസ്റ്റ്, എക്യുപ്മെന്റ് എത്ര കോസ്റ്റ് ആവും, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്താവും, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. പല സോഫ്റ്റ്വെയർസും എക്യുപ്മെന്റ് കോസ്റ്റും ഇൻസ്റ്റലേഷൻ കോസ്റ്റും വളരെ കുറവായിരിക്കും. നമ്മൾ അത് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അവർക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് തന്നെ ഹ്യൂജ് കോസ്റ്റ് വരും, SMS കോസ്റ്റ് വരും, ഇമെയിലിംഗ് കോസ്റ്റ് വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കയറി. അപ്പൊ അതെല്ലാം നോക്കുക. അത് മാത്രമല്ല, ഈ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഒരു റൂം വേണം, റൂം ഫർണിഷ് ചെയ്യണം, റൂമിനകത്ത് ബാക്കിയുള്ള കാര്യം. അപ്പം അതിന്റെയൊക്കെ കോസ്റ്റ് നോക്കണം. ഇതേ സോഫ്റ്റ്വെയർ കുറച്ചുകൂടി ഈസി ആയിട്ട് മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ വേറെ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും എളുപ്പമാണ്. ചിലപ്പോൾ 10,000 rupees കൂടുതലായിരിക്കും അതിന്. പക്ഷേ ഈ ഫർണിഷിംഗ് കോസ്റ്റും അക്കോമഡേഷൻ കോസ്റ്റും നോക്കുവാണെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും മറ്റേ ഈ 10,000 rupees. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. സെലക്ടിങ് ദി സപ്ലയർ. നമ്മൾ എങ്ങനെ സപ്ലയറെ സെലക്ട് ചെയ്യും, അതാണ് നമ്മൾ അഞ്ചാമത്തെ സബ് ഹെഡിങ് ഇൻ അക്വയറിംഗ് എ സോഫ്റ്റ്വെയർ അക്വയറിംഗിനകത്തുള്ള അഞ്ചാമത്തെ സബ് ഹെഡിങ് ആണ് ഡസ് ഹി പ്രൊവൈഡ് എ സപ്പോർട്ട് ഫോർ ദി സോഫ്റ്റ്വെയർ. അതായത് നമുക്ക് ഈ തരുന്ന സപ്ലയർ അതിന്റെ സപ്പോർട്ട് തരുന്നുണ്ടോ, അതോ ജസ്റ്റ് അവരൊരു റീസെല്ലർ മാത്രമാണോ, അത് നോക്കണം. പല സോഫ്റ്റ്വെയർസും ജസ്റ്റ് അവര് റീസെല്ലർ പോലെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി പോലെ ആക്ട് ചെയ്യും, സപ്പോർട്ട് അവർ തരത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടാവും. സാർ, നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു സമയം കൊടുക്കാം. ഓക്കെ. അപ്പം അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ വന്നത് PMIS ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. PMIS ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലേ? PMIS എന്ന് വെച്ചാൽ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ എക്സാമ്പിൾ കേട്ടിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല. PMIS എന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ കോളേജുകളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. കോളേജുകളിൽ നമ്മളെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി, അതുപോലെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഓരോ ദിവസത്തെ വർക്ക് മൂവ് ചെയ്യുന്നത്, അപ്പൊ ഷെഡ്യൂൾ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ PMIS ചെയ്ത് വെച്ചു. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്, ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ആ സോഫ്റ്റ്വെയർ നമ്മൾ ആൾറെഡി സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടി പ്ലാനും ഷെഡ്യൂൾ എല്ലാം ചെയ്ത് വെച്ചേക്കും. ആ ഷെഡ്യൂൾ പ്രകാരമാണോ പോകണമെന്ന് അറിയാൻ വേണ്ടി ഇതിനകത്തേക്ക് ഡേറ്റ സൈറ്റ് എഞ്ചിനീയേഴ്സ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അറിയാം, ഓക്കെ ഇന്ന് ഞാൻ കോൺക്രീറ്റിംഗ് തീർക്കണം, ഫസ്റ്റ് ഫ്ലോറിന്റെ കോൺക്രീറ്റിംഗ് തീർക്കേണ്ട ദിവസമായിരുന്നു, സെക്കൻഡ് ഫ്ലോറിന്റെ ദിവസം, പക്ഷെ ഇപ്പോഴും ലിൻഡൽ, അതായത് ഡോറിന്റെ മേളിൽ ലിൻഡൽ ലെവൽ പോലും എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ പ്രോജക്റ്റ് ഡിലേ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷർ വേണമെങ്കിൽ വർക്കേഴ്സിനെ കൂടുതൽ എംപ്ലോയ് ചെയ്യാം, മെഷീൻസ് എംപ്ലോയ് ചെയ്ത് നമുക്ക് ആ പ്രോജക്റ്റ് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് PMSന്റെ ഒരു ബെനിഫിറ്റ്. ഈ ബെനിഫിറ്റ് ഇത് മാനേജ്മെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു വലിയ കമ്പനി ആണെങ്കിൽ, വലിയൊരു പ്രൊജക്ട് മാനേജ്മെന്റ് കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നില്ല. അതേസമയം ഒരു പ്രോജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന സൈറ്റിൽ ഇന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഇന്ന സൈറ്റിൽ ഇത്രയും പ്രോഗ്രസ് ആയി, ആ സൈറ്റിൽ ഡിലേ ഒന്നുമില്ല, ഓക്കെ, ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെയാണ് പ്രൊജക്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം, നമ്മളെ കോളേജിന്റെ കേസ്. ഒരു സ്റ്റുഡന്റ് അറ്റൻഡൻസ് നോക്കാനായിട്ട് നമ്മൾ പണ്ട് ചെയ്യുന്ന പേപ്പർ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ക്ലാസ്സിലെ സ്റ്റുഡന്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്താൽ നമ്മൾ ആ ക്ലാസ്സിൽ ആ ടീച്ചർ അറ്റൻഡൻസ് എടുക്കുന്ന സ്പോട്ടിൽ ഒരു ഓക്കെ കൊടുക്കുമ്പോൾ ഈ മെസ്സേജ് ക്ലാസ് ട്യൂട്ടർക്കും പോകും, ക്ലാസ്സിലെ സ്റ്റുഡന്റിന് പോകും, സ്റ്റുഡന്റിന്റെ പാരന്റ്സിനും പോകും. ഇതൊക്കെ ചെയ്യുന്നത് മാനുവൽ ആയിട്ടല്ല, പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്നതാണ്. ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ഇത് നമ്മളെ വർക്ക് ഒരുപാട് കുറയ്ക്കും. അതിന്റെ അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ആ കാര്യം. ക്ലിയർ ആയോ സാറേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൗ വി ക്യാൻ അക്വയർ എ PMIS സിസ്റ്റം. ഈ PMIS സിസ്റ്റം അക്വയർ ചെയ്യുന്നതിന്റെ പ്രോസസ്, അതിന് 4 സ്റ്റെപ്പ് കഴിഞ്ഞു. ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ചൂസ് ചെയ്യും, ഹാർഡ്വെയർ എങ്ങനെ ചൂസ് ചെയ്യും, ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ട്രെയിനിങ് അവർ തരുമെന്നുള്ള കാര്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ദെൻ സിസ്റ്റം കോസ്റ്റ്, ആ സിസ്റ്റത്തിനുള്ള കോസ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കും. ദെൻ സെലക്ടിങ് ദി സപ്ലയറിനെ എങ്ങനെ സെലക്ട് ചെയ്യും, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സപ്ലയർ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ തയ്യാറാവുക. സപ്ലയറുടെ കയ്യിൽ ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ടോ, നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ കൊണ്ട് തന്നു. ഈ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വേറെ ഒരു പ്രോഡക്റ്റും പോലല്ല. നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കാറോ വീടോ വാങ്ങിച്ചാൽ നമുക്കത് യൂസ്ഫുൾ അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 20-25 അല്ലെങ്കിൽ 50% ലോസ് നമുക്ക് വെക്കാം. പക്ഷെ ഈ സോഫ്റ്റ്വെയറിന്റെ കേസ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ എടുത്തത് പർച്ചേസ് ചെയ്തിട്ട് സെക്കൻഡ് ഹാൻഡ് നമുക്കിത് വിൽക്കാൻ പറ്റത്തില്ല, വളരെ റേറ്റ് കുറവാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ഇത് വാങ്ങാൻ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും,
ഇതിൽ കൂടുതൽ എന്തൊക്കെ മനസ്സിലാക്കണം, അത് നമുക്ക് ഇതിനെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. അതായത് പ്രോബ്ലംസ് ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റ്. നമ്മളൊരു ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പഠിച്ചത് അക്യൂറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? 3 ടൈപ്പ് പ്രോബ്ലം ഉണ്ടാകും. ഒന്ന് സിസ്റ്റം ഓർഗനൈസേഷൻ പ്രോബ്ലം, എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഓർഗനൈസേഷൻ പ്രോബ്ലം. കാര്യം ഈ PMI സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ, ആ കമ്പനിക്ക് എന്താണ് വേണ്ടുന്നത്, ആ മാനേജ്മെന്റിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാതെ ഒരു സിസ്റ്റം വാങ്ങിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 3 എക്സാമ്പിൾ പറഞ്ഞു. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ 10,000 ഹൗസിംഗ് പ്രോജക്റ്റിൽ, മാസ് ഹൗസിംഗ് പ്രോജക്റ്റിൽ ഒരു PMI സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സോഫ്റ്റ്വെയർ എടുത്ത് ഏഷ്യൻ പെയിന്റിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ റിക്വയർമെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുപോലെ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ PMI സിസ്റ്റം എടുത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് 3ഉം എടുത്ത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിക്ക്, ഒരു കാർ മാനുഫാക്ചറിംഗ് കമ്പനിക്ക് ഈ 3 സോഫ്റ്റ്വെയറും പറ്റത്തില്ല. അവർക്ക് അവരുടെ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ബുദ്ധിമുട്ട്. അതിനെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മാനേജർ ഡു നോട്ട് നോ വാട്ട് ദേ വാണ്ട്. അവർക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. അവർക്കൊരു PMI സിസ്റ്റം വേണം, 1 വീക്കിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, വാങ്ങി വെക്കും, യൂസ് ഇല്ലാതെ പോകും. ദെൻ ഇൻഫർമേഷൻ നോട്ട് ഈസിലി റിട്രീവബിൾ. നമുക്ക് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റാത്ത സാധനം, നമുക്ക് വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന ഫോമിൽ അത് റിട്രീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ആ പ്രോഡക്റ്റിന് മാനുഫാക്ചറിങ് ടൈമിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോഡിഫൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇൻഫർമേഷൻ ക്യാൻ ഗെറ്റ് മിസ്ഇന്റർപ്രറ്റഡ്, കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ കിട്ടുന്നില്ല. ഇൻഫർമേഷൻ അക്യുമുലേഷൻ, ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇൻഫർമേഷൻ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഇൻഫർമേഷൻ അക്യുമുലേഷൻ. ഒരു ഇമ്പോർട്ടന്റ് ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടി കാരണം ഒരു 4 സ്റ്റോർ ചെയ്തു, ഒരു CD റൈറ്റ് ചെയ്ത് വെക്കും. ആ ഒരു ബുദ്ധിമുട്ട്, ഇൻഫർമേഷൻ അക്യുമുലേഷൻ, അത് ഈ ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റിൽ ഏറ്റവും വരുന്ന കേസാണ്. അക്യുമുലേറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് പോകേണ്ട കേസ്. സം പീപ്പിൾ ഹൈഡ് ഇൻഫർമേഷൻ, ഓക്കെ, ഒബ്വിയസ്ലി സംഭവിക്കാറുണ്ട്. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റ് ഇല്ല, PMIS ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത് വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫിന് ഇത് യൂസ് ചെയ്യാനൊരു മടി, അതിനകത്തേക്ക് ഒരു ചേഞ്ച്, അതിനകത്തോട്ട് മാറാനുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുന്ന കേസ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ കേരളത്തിൽ വന്നപ്പോഴും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ എല്ലാവർക്കും അതില്ലാത്ത പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷനായി. ഇൻഫർമേഷൻ ഡിലേസ്, ഓക്കെ, ഡിലേ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല, അറിയാം, അതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ പ്രോബ്ലം. കാര്യം ഡിലേ ആയിട്ടുള്ള ഇൻഫർമേഷൻ മീൻസ് ഇപ്പൊ നമുക്ക് അറ്റൻഡൻസ് വേണം, ഇന്ന് പബ്ലിഷ് ചെയ്യണം, അറ്റൻഡൻസ് അല്ലെങ്കിൽ മാർക്ക് നമുക്ക് നാളെ എൻട്രി ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. ദെൻ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഓഫ് ലിറ്റിൽ യൂസ് ഓഫ് കൺസ്ട്രക്ഷൻ ടീം, ഓക്കെ, അതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാര്യം കൺസ്ട്രക്ഷൻ ടീം സൈറ്റിൽ പോകുന്ന ലാപ്ടോപ്പും കാര്യങ്ങളുമായിട്ടല്ല, അവർക്ക് സൈറ്റിൽ ചെന്ന് അവരുടെ ജോലി സൈറ്റിലാണ്. അപ്പം അവർക്ക് ഇത് രണ്ടും കൂടെ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്ത് ടോപ്പ് മാനേജ്മെന്റ് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട്. അതും കൂടെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം സിസ്റ്റത്തിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, ഹാർഡ്വെയറിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ, ഒരു ആൻഡ്രോയിഡ് ബേസ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മൊബൈൽ ഫോണിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സൈറ്റ് എഞ്ചിനീയർക്ക് ഒരിക്കലും ഒരു ലാപ്ടോപ്പും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു PC എടുത്തുകൊണ്ട് സൈറ്റിൽ പോയി നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻഫർമേഷൻ സിസ്റ്റം കോസ്റ്റ് മണി, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അതായത് നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് കറക്റ്റ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഹ്യൂജ് ലോസാണ്. ബാക്കി നമ്മൾ അതിന്റെ കൂടെ ഹാർഡ്വെയറും അതിനുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് മൊത്തം ലോസായി. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ദെൻ സെക്കൻഡ് ടൈപ്പ് ഇൻ സിസ്റ്റം അക്വിസിഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ പ്രോബ്ലം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ അക്യൂറിംഗ് എ കമ്പ്യൂട്ടർ സിസ്റ്റം നീഡ്സ് എക്സ്ട്രാ എഫോർട്ട് ആൻഡ് ടൈം കൺസ്യൂമിംഗ്. ഒരുപാട് കാര്യം. ഇപ്പൊ നമ്മളെ മെയിൻ ബിസിനസ് എന്ന് വെച്ചാൽ PMI സിസ്റ്റം വാങ്ങാന്നല്ല, കോളേജിന്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ കോളേജിന്റെ കാര്യങ്ങൾ റൺ ചെയ്ത് പോകണം. ഫസ്റ്റ് എക്സാമ്പിൾ ഹൗസിംഗ് പ്രോജക്റ്റിന് കാര്യം, അവർക്ക് ഹൗസിംഗ് പ്രോജക്ട്സ് നടത്തണം. ഏഷ്യൻ പെയിന്റ്സിന് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ പെയിന്റ് മാനുഫാക്ചർ അവർക്ക് ബിസിനസ് ചെയ്യണം. ആക്ച്വലി അതിന്റെ കൂടെ ഈ PMI സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഒരു ജോബ് തന്നെ, എക്സ്ട്രാ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, പീപ്പിൾ ഡു നോട്ട് നോ വാട്ട് ദേ വാണ്ട്. അവർക്ക് അറിയത്തില്ല അവർക്ക് എന്താ വേണ്ടത്. അണ്ടിൽ ദേ ഗെറ്റ് വാട്ട് ദേ ഡു നോട്ട് വാണ്ട്. അവർക്ക് വേണ്ടാത്തൊരു, അവർക്ക് ആവശ്യമില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ അവരുടെ കൈ കിട്ടിക്കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാവത്തില്ല അവർക്ക് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അത് ആക്ച്വലി ആദ്യമേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാമായിരുന്നു. ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം.
ഓക്കെ ദെൻ സക്സസ് ഓഫ് ദി സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ സപ്ലയർ സപ്പോർട്ട്. ഓക്കെ സപ്ലയർ സപ്പോർട്ട് വേണം. കാര്യം എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് സാധനം ഒരു ഇൻഫർമേഷൻ സിസ്റ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കോൺസ്റ്റന്റ് സപ്പോർട്ട് വേണം, മെയിൻ്റെനൻസ് വേണ്ടി വരും, അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റ് വേണ്ടി വരും, അതിനനുസരിച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സപ്പോർട്ട് തരാൻ ആ സപ്ലയർക്ക് പറ്റിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഫോൾട്ട് ആയിരിക്കും, ഏറ്റവും വലിയ ഫ്ലോ അവിടെ ആയിരിക്കും വരാൻ പോകുന്നത്. ദെൻ സ്ക്രൂട്ടനൈസ് സിസ്റ്റം കെയർഫുള്ളി ബിഫോർ പർച്ചേസിങ്. ഓക്കെ എല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷേ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഏഷ്യൻ പെയിന്റ് ചെയ്ത പോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവും ആ ഒരു വിഷനോടുകൂടി ചെയ്താൽ. അല്ലാതെ ഒരു PMA സിസ്റ്റം എല്ലായിടത്തും ഉണ്ട് ഞങ്ങൾക്കും വേണം എന്നുള്ള രീതിയിൽ ഒരു സാധനം വാങ്ങിച്ചു വെച്ചാൽ ഒരിക്കലും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആവത്തില്ല. ഓക്കെ ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു PMA സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നമ്മൾ അറിയാവുന്ന ഇൻപുട്ട് വെച്ച് നോൺ ഇൻപുട്ട് വെച്ച് അത് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്കൗട്ട് ആവുന്നുണ്ടോ. അല്ല നമ്മളൊരു ഇൻപുട്ട് പതുക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പം ആ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലയർ ഒക്കെ പോയി കഴിയും, അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും ഫീച്ചേഴ്സ് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ തന്നെ. ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മളൊരു ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റ് പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലും ഈച്ച് ആൻഡ് എവരി സ്റ്റേജ് നമ്മൾ ആ സ്റ്റാഫിനെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സ്റ്റാഫ് ഇതിനോട് ചേർന്ന് വർക്ക് ചെയ്തില്ല, അവർ റിജക്ട് ചെയ്യും. കണ്ടോ, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ഈ ചേഞ്ചിനെ അവർ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ ദെൻ ലാസ്റ്റ് വൺ മാനേജ്മെന്റ് റോൾ ഇൻ പ്രോബ്ലം സോൾവിങ്. എങ്ങനെ മാനേജ്, അതായത് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, മാനേജ്മെന്റ് റോൾ ആണ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം റിസോഴ്സ്, അതുപോലെ മണി, മാൻ പവർ, മെഷീനറി, മെറ്റീരിയൽസ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന അതേ ആത്മാർത്ഥതയോടി ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യണം. They should allot a monitor who having the skill to handle information technology. അതുപോലെ ഈ പുതിയ ടെക്നോളജി ആയിട്ട് കയറി വരുന്ന ആൾക്കാർ, അതായത് പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ, അതുപോലെ PMIS അതെല്ലാം അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ചേഞ്ച് നമ്മളെ PMIS വരുത്താൻ താല്പര്യമുള്ള ആൾക്കാരെ വേണം മോണിറ്റേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യാൻ. ഇതാണ് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം. അതായത് ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ഏഷ്യൻ പെയിന്റിന്റെ മാനേജ്മെന്റ് ഏഷ്യൻ പെയിന്റിന്റെ പ്രൊഡക്ഷൻ നോക്കുന്ന അതേ ആത്മാർത്ഥത്തോടുകൂടി അവരുടെ PMI സിസ്റ്റം നോക്കിക്കൊണ്ടാണ് ആ PMI സിസ്റ്റം അവർക്ക് റിവാർഡ് ചെയ്തതും അവർ ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു. 40 വർഷം മുമ്പ് തുടങ്ങിയ ഷാലിമാർ പെയിന്റ്സിനെ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്പനിയായി നിൽക്കുന്നത് ഈ അവരുടെ PMI സിസ്റ്റം ഒന്നുകൊണ്ട് മാത്രം. ഒന്നുകൊണ്ട് മാത്രമാണ് വേറെ ഒരു കമ്പനിക്കും ആ ഒരു സെഗ്മെന്റിൽ ലീഡർ ആവാൻ പറ്റാത്ത. സെഗ്മെന്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ലീഡർ ആവാൻ പറ്റുന്നില്ല. ഓക്കെ then we are moving to the last and final topic, that is benefits of computer based PMA system. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടാവും. PMA സിസ്റ്റം മനസ്സിലായ ഒരു വ്യക്തിക്ക് നമുക്ക് തന്നെ ഇനി പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും പറയാം, ഒരു മാനുവൽ സിസ്റ്റം ആയിരുന്നെങ്കിൽ ഭയങ്കര tedious ജോബാണ്. നമുക്ക് തന്നെ അറിയാം, അറ്റൻഡൻസും എൻട്രി ചെയ്യണം, മാർക്കും എല്ലാം എൻട്രി ചെയ്ത് ആ വേണ്ടുന്ന രീതിയിലേക്ക് ഇതിനെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഭയങ്കര tedious ജോബാണ്. തിരിച്ച് ഒരു PMA സിസ്റ്റം നമ്മുടെ കോളേജിൽ ഉണ്ടെങ്കിൽ, ഒരു PMA സിസ്റ്റം നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു സൈറ്റ് എഞ്ചിനീയേഴ്സ്, അപ്പൊ തന്നെ ഡേറ്റ ഒരു ക്ലിക്കിൽ ആർക്കെത്തും, സൈറ്റ് പ്രോജക്ട് മാനേജർക്ക് എത്തും, പ്രോജക്ട് മാനേജറിൽ നിന്ന് MDക്ക് എത്തും. അവർക്ക് ആ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ചെയ്യുവാണെങ്കിൽ മിക്ക അനാലിസിസ് നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ പറ്റും. മറ്റേ ഡേറ്റ കിട്ടി, ഇനി ഡേറ്റ എടുത്ത് നമുക്ക് രീതിയിൽ മാറ്റി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതൊരു tedious ജോബാണ്. ദെൻ സ്പീഡ്, കപ്പാസിറ്റി, എഫിഷ്യൻസി ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് എക്കണോമി. ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്ത് ആത്മാർത്ഥമായിട്ട് നിന്നില്ലെങ്കിൽ ഇതെല്ലാം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ last point, it's offer a significant cost advantage over manual system for storing and processing data. നമുക്ക് മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പിന്നെ ഓക്കെ ഒരു ബുക്കിനകത്ത് എഴുതി അലമാരിക്കകത്ത് വെക്കാം, പക്ഷെ ഈ ഡേറ്റ റിട്രീവ് ചെയ്യാൻ ഒരുപാട് ടൈം കൺസ്യൂമിങ്, കോസ്റ്റ് കൺസ്യൂമിങ്. ആ റിട്രീവ് ചെയ്ത ഡേറ്റ എടുത്തൊന്ന് പ്രോസസ് ചെയ്യണമെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അതെല്ലാം നമുക്ക് ഇതുകൊണ്ട് മാറും. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഒബ്വിയസ്ലി നമുക്കറിയാം, മാനുവലായിട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കമ്പ്യൂട്ടർ സിസ്റ്റം ആകുമ്പോൾ നമുക്ക് എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ തൗസൻഡ്സ് ഓഫ് ടാസ്ക്, അത് ഞാൻ ഒരു കണക്ക് പറയുന്നത് അപ് ടു 200 ടാസ്ക് ഒക്കെ നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. 200 എബോവ് ടാസ്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാനുവലായിട്ട് നമുക്ക്
എക്കണോമിക്കലായിട്ട് ടൈമിലി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു PMIS സിസ്റ്റം, അതായത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ നടക്കും. For managing a large project, a computer-based is a virtual necessity, but even in a small project, it is simply make the work easier to manage. ലാർജ് പ്രോജക്റ്റിൽ ഇത് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. പക്ഷെ സ്മോൾ പ്രോജക്റ്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മൾ വർക്ക് ഒരുപാട് ഈസിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ ആ 10 ഹൗസിംഗ് ഗ്രൂപ്പ് പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു, ഫസ്റ്റ് എക്സാമ്പിളിന്റെ രണ്ടാമത്തെ പാർട്ട്. അവിടെ നമ്മളൊരു ചെറിയ PMI സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ വേണം നമുക്ക് 2 സൂപ്പർവൈസേഴ്സിനെ കുറയ്ക്കാൻ പറ്റും, കുറേ എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ആസ് പെർ സിലബസ് ഈ 4 ടോപ്പിക്കേ ഉള്ളൂ, 5 ടോപ്പിക്കേ ഉള്ളൂ. 5 ടോപ്പിക്കും കവർ ചെയ്തു. PMIS കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഐഡിയ കിട്ടി. ഇൻഫർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ട ആവശ്യകത എന്ന് മനസ്സിലായി. അക്യൂറിങ് എ PMI സിസ്റ്റം എങ്ങനെ അക്യൂർ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. പ്രോബ്ലംസ് ഇൻ PMI സിസ്റ്റം, അക്യൂർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രോബ്ലംസ് പറഞ്ഞു. ബെനിഫിറ്റ്സ് ഓഫ് PMI സിസ്റ്റം എന്തൊക്കെ. ഈ ലാസ്റ്റ് ഞാൻ കുറച്ച് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്, ഒന്ന് അവെയർ ആവാൻ വേണ്ടി. യൂസ് PMI സോഫ്റ്റ്വെയർ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ നോർമലി യൂസ് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യാം, അത് പ്രൊപ്രൈറ്ററി ആണ്, മൈക്രോസോഫ്റ്റിന്റെ പ്രൊപ്രൈറ്ററി പ്രോജക്റ്റ് ആണ്. പിന്നെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് നോർമൽ യൂസ് ചെയ്യുന്ന പ്രൈമാവറ പ്രൊജക്ട് മാനേജർ യൂസ് ചെയ്യാറുണ്ട്. ഈ പ്രോജക്റ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഒരു സ്ലൈഡാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ ചിലതൊക്കെ വെബ് ബേസ്ഡ് ആയിരിക്കും, ചിലതൊക്കെ ഷെഡ്യൂളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും, ചിലതൊക്കെ പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, sir. The first question is, how can we rectify quickly arising problems in project management schedule? Project management schedule. Yeah. Okay. പ്രോജക്ട് മാനേജ്മെന്റ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മൾ ചെയ്ത് പ്രോജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രൈമവറ സോഫ്റ്റ്വെയർ അതുപോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യും. ഇത് മാനുവലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂളിനകത്ത് ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ, ഷെഡ്യൂൾ നമ്മൾ ഒരു നെറ്റ്വർക്ക് വലിച്ചു അതിനകത്ത് ചെറിയ ചേഞ്ച് വന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന നീങ്ങിയില്ലെങ്കിൽ നമ്മൾ ഈ നെറ്റ്വർക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി മാറ്റേണ്ടി വരും, ആദ്യം തൊട്ട് വീണ്ടും റീഡ്രോ ചെയ്യേണ്ടി വരും. അതേസമയം നമ്മളൊരു PMIS ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, അതായത് ഒരു പ്രൈമവറ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആക്ടിവിറ്റി മാറ്റി, ഈ ആക്ടിവിറ്റി മാറ്റുന്നതനുസരിച്ച് തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഡ്യൂറേഷനും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്ത് പോയി. അതിനനുസരിച്ച് ക്രിട്ടിക്കൽ പാത്ത് മാറി, പ്രോജക്ട് ഡ്യൂറേഷൻ മാറി. അഥവാ നമുക്ക് പ്രോജക്ട് ഡ്യൂറേഷൻ അല്ല മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രോജക്ട് ഡ്യൂറേഷൻ നീങ്ങുന്നതുകൊണ്ട് പ്രശ്നമില്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് അവർക്ക് ക്ലിയർ ചെയ്ത് ഷെഡ്യൂൾ ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അഥവാ പ്രോജക്ട് ഡ്യൂറേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമുക്ക് ഈ പ്രോജക്റ്റ് ഇന്ന ടൈമിൽ തന്നെ തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ റിസോഴ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. റിസോഴ്സ് മീൻസ് മെറ്റീരിയൽസ് ആവാം, മണി ആവാം, മാനേജ്മെന്റ് ആവാം, മാനേജ്മെന്റ് അല്ല, മെഷീൻസ് ആവാം. മീൻസ് ഒരു JCB കൊണ്ട് ചെയ്യുന്ന വർക്ക് നമുക്ക് 2 JCB അറേഞ്ച് ചെയ്യാം, പക്ഷേ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ 10 ലേബറെ കൊണ്ട് ചെയ്യേണ്ടത് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ 20 ലേബറോട് ഇട്ട് ചെയ്യിക്കാം. അല്ലെങ്കിൽ ഒരു ഡേ കൊണ്ട് നമുക്ക് ഓവർനൈറ്റോട് നിർത്തിച്ചേക്കാം. അപ്പോൾ അവർ ഓവർ ടൈം കൊടുക്കേണ്ടത്. ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് ചെയ്യാം, നമ്മൾക്ക് കോസ്റ്റ് ഇറക്കിക്കൊണ്ട് ടൈം കുറയ്ക്കാം. Sir, we have another question from. Can you share few leading PMIS products available in the market, especially in construction field? Obviously, if we are moving to an economical product, we can go Microsoft project, but it is not such powerful, not as much as powerful. But if you want, if you have enough money, we can go for Primavera project management software. We have another question from Ritika. Okay. How the unpredictable situations like lockdown will affect PMIS? Relevant ആയിട്ടുള്ള ഒരു question ആണ്. How the unpredictable situations like lockdown will affect PMIS? ലോക്ക്ഡൌൺ വിൽ PMIS എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഏഷ്യൻ പെയിന്റ് എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പം അവർക്ക് ഇപ്പൊ എന്താ പറയുന്ന സ്റ്റോക്ക് എവിടെ ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റും. അതൊന്ന്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ലോക്ക്ഡൌൺ ഇപ്പം മാറ്റാൻ പോവാ, പല സ്ഥലങ്ങളിലും ലോക്ക്ഡൌൺ ഇപ്പം 25-ാം തീയതി ആക്കാൻ പോവാം. അപ്പൊ അവർക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ് എവിടെയെങ്കിലും ഡെഡ് ആയിട്ടിരിക്കുന്ന, അതായത് ലോക്ക്ഡൌൺ ഇപ്പോഴും കിടക്കാൻ പോകുന്ന അവിടെ പ്രോഡക്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ അത് ഈ PMISന് അറിയാം എവിടെ ഈ പ്രോഡക്റ്റ് ഇരിപ്പുണ്ടെന്ന്.
ആ പ്രോഡക്റ്റ് എടുത്ത് ലോക്ക്ഡൌൺ ഇല്ലാത്തത്തോട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇവരുടെ പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റീറ്റെയിലേഴ്സിലേക്ക് എത്തിക്കുന്നത് കുറച്ച് tedious ജോബാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അവിടെ നമുക്ക് ലോക്ക്ഡൌൺ ഇപ്പോഴും മാറ്റാത്ത ജില്ലകൾ അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്റ്റുകളുണ്ട്, അവിടുന്ന് ഈ സാധനം എടുത്ത് ലോക്ക്ഡൌൺ മാറ്റിയെടുത്തുകൊണ്ട് വിൽക്കാൻ പറ്റും. അതൊന്ന് ആണ് മെയിൻ ആയിട്ട് ലോക്ക്ഡൌൺ ഇതിനെ എഫക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ PMS സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ PMI സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ അതായത് ഈ ലോക്ക്ഡൌൺ ഉള്ളവർക്ക് ഇപ്പൊ തന്നെ പറയുന്നത് 50% ആൾക്കാർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് വർക്ക് ചെയ്യാം. അപ്പം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഏത് 50% വേണമെന്ന് ഈ സിസ്റ്റം വഴി നമുക്ക് ആ സ്റ്റാഫിനെ അറിയിക്കാൻ പറ്റും. ആ സ്റ്റാഫിനെ അതിനനുസരിച്ച് ഒന്ന് വർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്തും അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്തും കമ്മ്യൂണിക്കേഷൻ ഉള്ള മാർഗമുണ്ട്. മീൻസ് മാനേജ്മെന്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റ് സൂപ്പർവൈസേഴ്സും വർക്കേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആ രീതി യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് ആനന്ദ് ജോസ് പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ യു മെയിൻറ്റെയിൻ ക്വാളിറ്റി, ടൈം ആൻഡ് കോസ്റ്റ് ഇൻ പ്രൊജക്ട്? ക്വാളിറ്റി ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്വാളിറ്റിയും ടൈമും കോസ്റ്റും കുറയ്ക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഇംപ്ലിമെന്റേഷൻ സിസ്റ്റം വെച്ച് എങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ടൈം മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ കോസ്റ്റ്, അതിനെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കാം. ഇപ്പൊ നമുക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി, ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ കമ്പനി, അവർക്ക് ഇന്ത്യ മൊത്തം ഒരു 30 ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക. അപ്പം അതിന്റെ MDക്കോ അതിന്റെ പ്രോജക്ട് മാനേജർക്കോ അതിന്റെ GMനോ ഒന്നും എല്ലായിടത്തും എത്തിപ്പറ്റാൻ പറ്റണമെന്നില്ല. പക്ഷെ അവർക്ക് ഇതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുണ്ട്. അവർ കറക്റ്റ് ആയിട്ട് ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എല്ലാ സൈറ്റിൽ നിന്നും ഡെയിലി ഉള്ള ഫോട്ടോസ് എടുപ്പിക്കാം, ഡെയിലി ഉള്ള വർക്ക് അവരെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിക്കാം. അതുപോലെ ക്യൂബ് ടെസ്റ്റിംഗ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ എല്ലാ ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ കമ്പനികളും അവർ ക്യൂബ് ടെസ്റ്റിംഗ് റിപ്പോർട്ട് സൈറ്റിലെ ഡേറ്റാസ്, അതായത് ആസ് എ കസ്റ്റമർ വേണേൽ കയറി നോക്കിയാൽ ആ കസ്റ്റമർക്ക് എന്ത് വർക്കാണ് ഇന്ന് അവരുടെ ഫ്ലാറ്റിൽ നടന്നത്. കാര്യം കസ്റ്റമർ ഫ്ലാറ്റ് ഇന്ന് പർച്ചേസ് ചെയ്ത് ആഫ്റ്റർ 2-3 ഇയേഴ്സ് ഫ്ലാറ്റ് അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നുള്ളൂ. എന്ത് വർക്കാണ് അവിടെ നടന്നതെന്ന് വരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓരോ സ്ലാബിന്റെയും ക്യൂബ് ടെസ്റ്റ് റിപ്പോർട്ട് വരെ ഈ PMI സിസ്റ്റം വഴി GMനും MDക്കും ഈവൻ കസ്റ്റമേഴ്സിനും വരെ കാണാൻ പറ്റും. ഇൻ കേസ് ഒരു ക്യൂബ് ടെസ്റ്റ് റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് പൊളിച്ചു കളയാൻ പറ്റും. മറ്റേത് ഏതെങ്കിലും കാലത്ത് അതിനകത്ത് ഓടിക്കുകയോ കാര്യങ്ങൾ വരുമ്പോഴോ ഒക്കെ അറിയുന്നത് ഈ ക്യൂബ് മോശമായിരുന്നു, ഈ സ്ലാബിന് പ്രശ്നമുണ്ട്, ഈ കോളത്തിന് പ്രശ്നമുണ്ട്. ഇതിപ്പോ അപ്പൊ തന്നെ നമുക്ക് പൊളിച്ചു കളഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. കാര്യം ഈ എല്ലാ സൈറ്റിലും GM പോയി നോക്കണം, ഒരു ഇഷ്യൂ ഉണ്ട് പോയി നോക്കണമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 10-40 സൈറ്റുള്ള ടീമാണെങ്കിൽ അവർക്ക് ഈ PMS വെച്ച് ഇഷ്യൂ ഉള്ള സൈറ്റിലേക്ക് വേണമെങ്കിൽ പുതിയ ലേബേഴ്സിനെ സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ സപ്ലൈ ചെയ്യാം, അങ്ങനെ പോകാം. അതാണ് ഈ PMI സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പൊ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. Is there any difference between PMIS and information system computerization? അത് PMIS എന്ന് വെച്ചാല് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ആവാം. പ്രോജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ മാനുവൽ ഇൻഫർമേഷൻ ആവാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 10 ഹൗസിംഗ് പ്രോജക്റ്റ് ഉണ്ട്. നമ്മളെ ഫസ്റ്റ് സ്ലൈഡ്, ഈ 10 ഹൗസിംഗ് ടു പ്രോജക്ട്, അവിടെയും ആക്ച്വലി ഒരു PMIS ഉണ്ട്, അവിടെയും പ്രോജക്റ്റ് ഉണ്ട്, അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട്, അവിടെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. പക്ഷെ ആ 10 ഹൗസിംഗ് പ്രോജക്റ്റിനകത്തുള്ള ഇൻഫർമേഷൻ സിസ്റ്റം എന്തായിരിക്കും? അതെന്ന് വെച്ചാൽ നമ്മളെ സൈറ്റ് എഞ്ചിനീയേഴ്സ് എന്നും വൈകിട്ട് ഫോൺ വിളിക്കും, അല്ലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും, അത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. പക്ഷെ അവിടെ ഒരു സോഫ്റ്റ്വെയറോ കമ്പ്യൂട്ടറൈസ്ഡോ ആവുന്നില്ല. സോഫ്റ്റ്വെയറോ കമ്പ്യൂട്ടറൈസ്ഡ് ആവുമ്പോഴാണ് ഈ 10,000 ഹൗസിംഗ് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ അവിടെ വരുന്നത് വെച്ചാൽ അതിനുവേണ്ടി ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യും. ആ സോഫ്റ്റ്വെയറിനകത്ത് ഡെയിലി റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ആ സോഫ്റ്റ്വെയറിനകത്ത് ഡെയിലി റിപ്പോർട്ട് അനലൈസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. അത് വെച്ച് അവർ അനലൈസ് ചെയ്യും. അതാണ് അതിന്റെ ഡിഫറൻസ്. അതായത് മാനുവലായിട്ട് നമുക്ക് PMIS വർക്ക്ഔട്ട് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ബെനിഫിറ്റ് ആണ് ലാസ്റ്റ് പറഞ്ഞത്, PMI സിസ്റ്റം കമ്പ്യൂട്ടറൈസേഷൻ പറഞ്ഞു. ഒരു സിസ്റ്റം കമ്പ്യൂട്ടറൈസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മിസ്റ്റേക്കുകൾ ഒരുപാട് കുറവായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും, ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻസ്. Okay, thank you, sir. We have a question from Mohammed Hussein. Okay. In a situation like lockdown, how it will affect the future data in PMIS in case of Asian Paints, sales and other details? Sales and other details. Yeah. അത് ഞാനും ചിന്തിച്ചത് കേസാണ് ഇപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു അൺയൂഷ്വൽ സിറ്റുവേഷൻ ആണ്. ഇപ്പം
ഏഷ്യൻ പെയിൻസിനും ഇപ്പൊ വന്നേക്കുന്നത് നമുക്ക് ഇന്ത്യക്ക് മൊത്തം ഈ ലോകം മൊത്തം വന്നേക്കുന്ന അൺയൂഷ്വൽ സിറ്റുവേഷൻ ഈ ലോക്ക്ഡൌണും കാര്യങ്ങൾ. ഈ 50 ഇയേഴ്സിൽ ഉള്ള ഡേറ്റ ഇവർക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല കാര്യം. പക്ഷെ എക്കണോമി ആ ലെവലിലേക്ക് മാറണം. ഇതിപ്പോ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി എക്കണോമി ഒന്ന് വീണേക്കുക. കാര്യം ഇപ്പം ഈ കൊറോണ മാറി ലോക്ക്ഡൌൺ മാറിയെന്ന് വെച്ചും ആരും വീടിന് പെയിന്റ് അടിക്കാൻ പോകണമെന്നില്ല. ഇപ്പൊ നടക്കുന്ന വീട് പണി നടക്കുന്നത് അതുപോലെ നടന്നു പോകും. പക്ഷെ പുതിയതായിട്ടൊന്ന് പുതുക്കി പെയിന്റ് അടിക്കണം എന്നുള്ള ഒരു എക്കണോമിക്കലി ഡൗൺ ആണ് അത് ചെയ്യണമെന്നില്ല. അത് ഈ ഇൻഷുറൻസ് സിസ്റ്റം മാനേജ്മെന്റിനകത്ത് ചെറിയൊരു എറർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോർമലി എക്കണോമി നോർമലൈസ് ചെയ്താൽ വീണ്ടും പഴയ സിറ്റുവേഷനിലേക്ക് പോകും. നോർമലി എന്ത് സംഭവിക്കും, ഇവരുടെ ഈ ഡേറ്റ വെച്ച് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം കുറച്ച് നാളത്തെ ഡേറ്റ അവൈലബിൾ ആയിരിക്കത്തില്ല. ഇനി അങ്ങോട്ടുള്ള കാലത്തും ഞാൻ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ട്. എക്കണോമിക് സ്ലോ ഡൗൺ വരുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് വീടിന് പെയിന്റ് അടിക്കാൻ വെച്ചേക്കുന്ന വീടിന്റെ പെയിന്റ് അടി നീട്ടി വെക്കും. അതുപോലുള്ള പുതിയ വീട് പണി ചെയ്യാൻ തുടങ്ങുന്നവർ ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ ജോബിനൊക്കെ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അതൊക്കെ പതുക്കെ ഡിലേ ആവും. അതൊക്കെ ഇവരുടെ ബിസിനസ്സിനെ നോർമലി ബാധിക്കും. അങ്ങനെ ബാധിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഡേറ്റയ്ക്കകത്ത് ചെറിയ എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം അതൊരു അൺയൂഷ്വൽ സിറ്റുവേഷൻ അല്ലേ, അതുകൊണ്ട്. Okay, sir. We'll take last question from Okay. Amalraj. Sir, PMIS disadvantages എന്തൊക്കെയാണ്? Can you explain it shortly? PMIS ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ആക്ച്വലി PMISന് ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. നമ്മൾ കറക്റ്റായിട്ട് ആ സാധനം പർച്ചേസ് ചെയ്ത് നമ്മൾ ആവശ്യം അനുസരിച്ചുള്ള സാധനമാണ് പർച്ചേസ് ചെയ്തത്. ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. കാര്യം നമ്മൾ ആവശ്യമുള്ള സാധനം നമുക്ക് മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളതാണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ ഈ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയോ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ. ഇപ്പം നമ്മളെ കോളേജിൽ ഒരു PMI സിസ്റ്റം ഉണ്ടെന്ന് വെച്ചോ, ആ സിസ്റ്റത്തിനകത്തൂടെ എനിക്ക് വീഡിയോ കോൺഫറൻസിങ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് വെബ്എക്സ് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ എനിക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ അത് വേണമെന്ന് ആ വെണ്ടറോട് പറഞ്ഞില്ല? അപ്പൊ അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളത് കറക്റ്റ് ആയിട്ട് സാധനം പർച്ചേസ് ചെയ്യാൻ ഡിസഡ്വാൻറ്റേജ് ഇല്ല. നമ്മൾ എന്താണോ PMI സിസ്റ്റത്തിനകത്ത് നിന്ന് ഒമിറ്റ് ചെയ്യുന്നത്, നമ്മൾ വാങ്ങാൻ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ വിട്ടുപോകുന്നത്, അതാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഇതിന്റെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആകുമ്പോൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത ഡേറ്റ നമുക്ക് എന്താ പറയുന്നത്, എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ എഡിറ്റ് ചെയ്താലും അതിന്റെ ഒരു കോപ്പി അവിടെ കിടക്കും. അപ്പം എന്താ പറയുന്നത്, ഒരു എറർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കള്ളത്തരം കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കമ്പനിക്കും അങ്ങനെ ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക്. ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പം PMI സിസ്റ്റം ഉള്ള ഒരു കോളേജിൽ അറ്റൻഡൻസ് എൻട്രി ചെയ്തു. പക്ഷേ ഈ അറ്റൻഡൻസ് എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ ഒന്ന് എഡിറ്റ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ അതിന്റെ ഒരു ഫുട് പ്രിന്റ് അവിടെ കിടക്കും. ആ എഡിറ്റ് ചെയ്ത ആൾക്കൊരു ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ജെന്യൂൻ കേസ് മാത്രമേ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നോർമലായിട്ട് ഒരു മാനുവലായിട്ട് ചെയ്യുന്ന വർക്കാണെങ്കിൽ വെട്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണണമെങ്കിൽ അത് കാണാം. ഓക്കെ സാർ, നമ്മുടെ 3:45 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. That was a great session, sir. Thank you for being with us today. Okay. Thank you, Asap. Thank you all for hearing me. To all the students, thanks for joining us today, and we'll see you in the next time.